ഒരു നിമിഷം കൂടിയാണ്. ഈ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ 3 മാസം മുമ്പ് ഒരുപാടുകൾ ജയിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ MP ഷാഫി പറമ്പിൽ
സ്വയംഭരണ സ്ഥാപനങ്ങളെ കഴുത്ത് ഞെരുക്കി കൊല്ലുന്ന CPM-ന്റെ നിലപാടിനെതിരായി നമ്മൾ ശക്തമായ നിലപാടെടുക്കണം. സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മുടെ പ്രതീക്ഷയായി, നമ്മുടെ എല്ലാം ആത്മവിശ്വാസമായി ശ്രീ VD സതീശൻ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. ഇവിടെ കൂടിയ മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF. ബഹുമാന്യ സംസ്ഥാന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി മുൻ MLA പാറക്കൽ അബ്ദുള്ള സാഹിബ് നമ്മൾ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ വേണ്ടിയൊക്കെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ജാഥാനായകൻ കടന്നു വരികയാണ്. പേരാമ്പ്രയുടെ ചുവപ്പ് മാറ്റി ത്രിവർണ്ണ കളറായി പേരാമ്പ്ര മാറുക മാത്രമല്ല, നമ്മുടെ പേരാമ്പ്ര ഒരു UDF-ന്റെ MLA വാഗ്ദാനം ചെയ്യുന്ന ഒരു നിമിഷം കൂടിയാണ്. ഈ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ 3 മാസം മുമ്പ് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ ഒരു സുഹൃത്തിന്റെ കണ്ണ് നമുക്ക് നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ MP-യുടെ തല അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. അതിനൊക്കെ ജനം നൽകുന്ന പ്രതികാരമാണ് ഈ സദസ്സ്. ഈ സദസ്സ് നമ്മളോട് വിളിച്ചു പറയുന്നത്, നിങ്ങൾ കാണിച്ച ദാർഢ്യവും ധിക്കാരവും പേരാമ്പ്രയുടെ മണ്ണിൽ ഞങ്ങളിതാ കുടിച്ചു കൊടുക്കുന്നു എന്നാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഈ അഭിവാദ്യങ്ങൾ ജയിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ MP ഷാഫി പറമ്പിലിന്റെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം വളരെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ഇതിനുള്ള ആളുകൾ 2 ഭാഗത്തായി മാറി നിന്ന് ഇവിടെയുള്ള പ്രസംഗം കേൾക്കാൻ, പ്രസംഗത്തിനുള്ള ആളുകളെ കാണാനുള്ള ഒരു സൗകര്യം നേതാക്കന്മാർ പ്രത്യേകം കാട്ടി കൊടുക്കണം എന്ന് ജനത്തോടുകെട്ടുന്നു. അയാളെ വിളിച്ചു, ഷാഫിയെ വിളിച്ചു. പ്രിയപ്പെട്ടവരെ, മച്ചാട് ഗ്രാമപഞ്ചായത്ത് 1-ൽ നിന്ന് 7ആയോ? അരിക്കുളത്ത് കൂടിയോ? തൊറയൂര് തിരിച്ചു പിടിച്ചോ? ചക്കിട്ടപ്പാറ 25 കൊല്ലം കഴിഞ്ഞ് പിടിച്ചോ? ചങ്ങരോത്ത് തിരിച്ചു പിടിച്ചോ? കൂത്താളി തിരിച്ചു പിടിച്ചോ? പേരാമ്പ്ര തിരിച്ചു പിടിച്ചോ? നിങ്ങൾ എണ്ണിക്കോ. പ്രതിപക്ഷ നേതാവിന് വാക്ക് കൊടുക്കുന്നു. പേരാമ്പ്രയിൽ UDF-ന്റെ MLA ഉണ്ടാകും. വാക്കല്ലേ, നെഞ്ചിൽ കൈവച്ച വാക്കല്ലേ. പ്രിയപ്പെട്ടവരെ, ഒരു പ്രസംഗത്തിന് മുതിർന്നില്ല. പുതുയുഗ യാത്രയുടെ നായകന് പേരാമ്പ്രയുടെ ആർത്തമായ സ്വാഗതം ഈ വേദിയിൽ നേരുന്നു. ഈ ജാഥ തമ്മിലടിപ്പിക്കാനുള്ള ഗോവിന്ദമാരുടെ ജാഥയല്ല. ഇത് വിദ്വേഷം പ്രസംഗിക്കുന്ന വർഗീയ ജാഥയല്ല. ഇത് ഈ നാടിനെ ഒരുമിപ്പിക്കുന്ന, നാടിന്റെ ഭാവിയെ സംബന്ധിച്ച് ധാരണകളുള്ള, നാടിന് വേണ്ടതെന്തോ അതറിഞ്ഞ് പറഞ്ഞ് കേട്ട് മനസ്സിലാക്കി വേണ്ടത് ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്ന പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവിന്റെ യാത്രയാണ്. അദ്ദേഹം ഓപ്പൺ ജീപ്പിൽ നിങ്ങളുടെ എന്നോട് പറഞ്ഞു, ഇതുവരെ നടന്നതിൽ മികച്ചതെല്ലാം പറഞ്ഞാൽ അതിൽ പേരാമ്പ്രയുണ്ടാവുമെന്ന് അതേ വാക്ക് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തോട് പറയുന്നു, അങ്ങ് 100 എണ്ണുമ്പോ അതിലൊന്നേതായിരിക്കും, അതിലൊന്നേതായിരിക്കും, അതിലൊന്നേതായിരിക്കും. ജയ് ഹിന്ദ്, ജയ് UDF. ബഹുമാന്യനെ, നമ്മുടെ പ്രിയങ്കരായ DCC പ്രസിഡന്റായിട്ട് പ്രിയമുള്ളവർ സംസാരിക്കുന്നത് വേണ്ടി ക്ഷണിക്കുകയാണ്. ഒറ്റ വാക്ക്
ഈ ജില്ലയിൽ 1 അല്ല 2 അല്ല 3 അല്ല 10 അല്ല പേരാമ്പ്ര ഉൾപ്പെടെ 13-ൽ 13 13 ഔട്ട് ഓഫ് 13 അതിനായുള്ള പോരാട്ടത്തിന് ഈ യാത്ര ആവേശമേകുന്നു. നമസ്കാരം. ഈ ജാതിയുടെ പ്രിയങ്കരനായ നായകൻ വി ഡി സതീഷ് നമ്മെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. നിങ്ങളെ എല്ലാവരും സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം നിങ്ങൾ സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ വളരെ ആദരവോടെ വളരെ ബഹുമാനത്തോടെ ക്ഷണിക്കുകയാണ്. ഒന്ന് സ്റ്റേജിന്റെ താഴോട്ട് എല്ലാവരും ദയവെല്ലാം ആരാധന ചെയ്യാനുള്ള സമയമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മതേതരത്വ നായകനെ ആരാധന ചെയ്യാൻ സമയമുണ്ട്. ദൈവത്തേക്ക് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും സഹകരിക്കണം. പി കെ രാഗേഷ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സ്വീകരണ കമ്മിറ്റിയുടെ ട്രഷറർ അദ്ദേഹത്തെ ആരാധന ചെയ്യാൻ എത്തുന്നു. ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള മാർഗത്തിൽ വേദിയില് സൗകര്യം ചെയ്തു കൊടുക്കണം. സ്വാഗത സംഘ കമ്മിറ്റിയുടെ ആധാരപ്പണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിപാടി ഭംഗിയായി നടത്താൻ വേണ്ടി താഴെയുണ്ടാവണം അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള പ്രവർത്തകരുടെ ഒഴുക്കാണ് ഈ പരിപാടി. എല്ലാവരും സ്വയം നിയന്ത്രിക്കുക. അതിഗംഭീരമായി പരിപാടി പ്രവർത്തകന്മാർ ആത്മസമ്മേളനം പാലിക്കുക. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഈ നിയോജക മണ്ഡലത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവിനെ തിങ്ങിനിറഞ്ഞതാണ്. ആത്മസംയമനം പാലിക്കുക. അരാധ്യമായ ജനാധിപത്യ കേരളത്തിൽ നാളെ ആമുഖം വഹിക്കുന്ന പ്രിയങ്കരനായ മഞ്ചേശ്വരത്ത് ആരംഭിച്ച് 2 ജില്ല 3 ജില്ല കഴിഞ്ഞ് 4ാമത്തെ ജില്ലയായ കോഴിക്കോട് ജില്ലയിലേക്ക് ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് ഇത് മൂപ്പര വേദിയിലുള്ള സമ്മതരായ ഏറ്റവും സമ്മതരായ നേതാക്കളെ, ഇന്ന് പോരാളികളായ സഹപ്രവർത്തകരെ, ഈ മഹായുദ്ധം ജയിക്കാനുള്ള സൈനിക വിന്യാസമാണ്. ഈ സൈന്യം ഒരു യുദ്ധത്തിലും പരാജയപ്പെടില്ല എന്ന് ഉറപ്പു നൽകുന്ന ഒരു പരിപാടിയാണ് പേരാമ്പ്രയിൽ നടക്കുന്നത് എന്ന് ഞാൻ വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ യുദ്ധയാത്രയ്ക്ക് പേരാമ്പ്രയിൽ നിന്ന് നൽകുന്നത് ഡബിൾ എനർജിയാണ്. ഇതൊരു വലിയ പ്രഖ്യാപനമാണ്.
മാറ്റമാണ് കേരളത്തിൽ മാറ്റം. അടുത്ത മാസം പിണറായി വിജയൻ ഈ ഭരണത്തോട് സലാം പറഞ്ഞു പോകും. പക്ഷേ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത നമ്മുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. നമ്മുടെ ചരിത്രത്തിലില്ലാത്ത വണ്ണം കേരളത്തെ കടക്കിണിയിലേക്ക് കാണാക്കയത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. ഈ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്താൻ സമഗ്രമായ പദ്ധതികളുമായി UDF വരികയാണ്. ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു, കഴിഞ്ഞ 2 കൊല്ലക്കാലം കഠിനാധ്വാനം ചെയ്ത് ഗവേഷണതുല്യമായ പ്രവർത്തനം നടത്തി ലോകത്തെല്ലായിടത്തുമുള്ള വിദഗ്ധരായ മലയാളികളെ അവരുടെ വിദഗ്ധോപദേശം നേടി നമ്മൾ തയ്യാറാക്കിയ പദ്ധതികൾ ഈ യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ ഒന്നായി അവതരിപ്പിക്കും ജനങ്ങളുടെ മുന്നിൽ. നിസ്സാര പദ്ധതികളല്ല. നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്, അല്ലേ? ആ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആരോഗ്യ കേരളത്തെ ആരോഗ്യവതിയായി കേരളത്തിലൂടെ നമ്മൾ നടത്തും. നാളെ കോഴിക്കോട് നമ്മളുണ്ടാക്കിയ ഹെൽത്ത് കമ്മീഷൻ, നമ്മൾ നടത്തിയ 300 ഡോക്ടർമാരെ പങ്കെടുപ്പിച്ച് നടത്തിയ ഹെൽത്ത് കോൺക്ലേവ്, 150-ലധികം ഡോക്ടർമാർ പ്രവർത്തിച്ച് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു വിഷൻ ഹെൽത്ത് ഡോക്യുമെന്റ് നാളെ കോഴിക്കോട് പ്രഖ്യാപിക്കുക. അത് കഴിഞ്ഞാൽ ആരോഗ്യ കേരളം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് ആളുകൾ വരുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് മാറ്റമാണ്. നമ്മുടെ കുട്ടികൾ 40-50 ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന പ്രോഗ്രാമുകൾ തേടി, ഇവിടെ ഇല്ലാത്ത പ്രോഗ്രാമുകൾ. UDF വരുമ്പോൾ ജർമ്മനിയിലും ലണ്ടനിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഈ കുട്ടികൾ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാമുകൾ നമ്മൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലാണ്. അവർ പഠിച്ചു പുറത്തിറങ്ങുമ്പോൾ അവർക്ക് തൊഴിൽ, അവർക്ക് പുതിയ സംരംഭം തുടങ്ങാനുള്ള സമഗ്രമായ ഒരു തൊഴിൽ പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കും. എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ടുള്ള പരിപാടി പ്രഖ്യാപിക്കും. നിരവധി പരിപാടികൾ. നമുക്ക് 2 ഇന്റർനാഷണൽ സീപോർട്ടുണ്ട്, ഒരു കണ്ടെയ്നർ ടെർമിനലുണ്ട്, 17 മിനി പോർട്ടുണ്ട്, 600 കിലോമീറ്റർ ദൂരം തീരദേശമുണ്ട്, കടലുണ്ട്. ഇതിനെല്ലാം സംയോജിപ്പിച്ച് നമ്മൾ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കും. മിഷൻ സമുദ്ര. ഈ റോഡിലൂടെ കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ 80% കടലിലൂടെ കൊണ്ടുപോകും. ഇതിന്റെ 4/1 ചെലവിൽ നമ്മുടെ എല്ലാ പോർട്ടുകളും വികസിപ്പിക്കും. സിംഗപ്പൂർ പോലെ, സിയാറ്റിൽ പോലെ കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള വലിയ പദ്ധതി കഴിഞ്ഞ 4 വർഷമായി അതിനുവേണ്ടി അധ്വാനിക്കുകയാണ്. ആ പരിപാടി കൊച്ചിയിൽ കിട്ടും. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല, ഞാൻ അറിയാതെ ഈ ആവശ്യത്തിലെല്ലാം പറയും. കുറച്ച് സസ്പെൻസ് എല്ലാം പറയണം. നിങ്ങൾ ധൈര്യമായി പോയി പറഞ്ഞോ, പുതുയുഗത്തിനാണ് കേരളത്തിൽ തുടക്കം കുറിക്കാൻ പോകുന്നത്. ഇനി പുതുയുഗത്തിന്റെ തിരശ്ശീല ഉയരുകയാണ്. ഇനി കേരളം പിന്നോട്ട് നടക്കില്ല, മുന്നോട്ട് കുതിക്കും. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടിയുള്ള ഒരു കേരളം നമ്മുടെ UDF കേരളത്തിൽ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ഇവരെല്ലാം തകർത്തു, എല്ലാ സ്ഥാപനങ്ങളെയും തകർത്തു. ഇവർക്കെതിരായി നമ്മൾ അവതരിപ്പിച്ച കുറ്റപത്രം കേരളത്തിലെ ജനങ്ങൾ അവരുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യും. കേരളത്തെ തകർത്തവർക്ക് കേരളം നല്ല മധുരമായ പ്രതികാരം ചെയ്യും. ഇവര് കൊലവിളികൾ ഉയർത്തുകയാണ്, അക്രമത്തിന്റെ ഭാഷയിൽ സംസാരിക്കുകയാണ്. അതിനെല്ലാമുള്ള മറുപടി നമുക്ക് കൃത്യമായിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ MP ഷാഫി പറമ്പിലിന്റെ ചോര വീണ തലമാണ് എന്റെ അനുജൻ ഷാഫി പറമ്പിലിന്റെ ചോരയ്ക്ക് നമ്മൾ പ്രതികാരം ചോദിച്ചിരിക്കുകയാണ്. മർദ്ദിക്കാൻ വേണ്ടി കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾ
തല്ലിച്ചതയ്ക്കാൻ ആരെങ്കിലും കൂട്ടുനിന്ന അതിനെല്ലാം കൃത്യമായ മറുപടി ഉണ്ടാകും. ഒരു സംശയം വേണ്ട. ഇത് പഴയ കാലമല്ല. പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് പഴയ UDF അല്ല, ഇത് ടീം UDF ആണ്. നമ്മൾ കൊണ്ടുപോകും. ഇവരെന്തൊരു പാർട്ടിയാണ്, എന്തു പാർട്ടിയാണ് ഇവർ? ഞങ്ങൾ പയ്യന്നൂരിൽ ചെന്നപ്പോ രക്തസാക്ഷി വിവാദം, ഫണ്ട് വിവാദം. കേരളത്തിലെ CPM-ന് ഇപ്പോൾ ഒരു രക്തസാക്ഷി ഉണ്ടാകുന്നത് ലോട്ടറി അടിക്കുന്ന പോലെ. പിന്നെ അവന്റെ പേരിൽ ഫണ്ട് വരും അടിച്ചു മാറ്റി. അത് ചോദ്യം ചെയ്ത ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റിനെ പുറത്താക്കി. ഞാൻ ഞെട്ടിപ്പോയി. കാരണം അയ്യപ്പന്റെ സ്വർണം കവർന്നു എന്ന് മാത്രമല്ല, അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് കൊണ്ടുപോയി വിറ്റു CPM നേതാക്കൾ. കോടീശ്വരനെ പറ്റിച്ചു, കള്ളമുതലാന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് സ്വർണവും മോഷ്ടിച്ചു 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. അവർക്കെതിരെ നടപടിയില്ല. രക്തസാക്ഷി ഫണ്ട് മോഷ്ടിക്കുമെന്ന് പറഞ്ഞ നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുറത്തു. എന്തൊരു വൈരുദ്ധ്യമാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈരുദ്ധ്യാത്മക ഭൗതികമാണ്. എന്ത് കമ്മ്യൂണിസ്റ്റാണ്? അഭിമന്യുവിന്റെ രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് അടിച്ചുമാറ്റി. തിരുവനന്തപുരത്ത് വിഷ്ണു സംഘപരിവാർക്കാരി വന്ന രക്തസാക്ഷി, അതും അടിച്ചുമാറ്റി. ഞാൻ 5-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പുറപ്പെടുമ്പോൾ CPM-ന് വേണ്ടി രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ കുടുംബം കോൺഗ്രസിൽ അംഗത്വം ചേർന്നു. രക്തസാക്ഷികളുടെ കുടുംബം പോലും വെറുക്കുന്ന പാർട്ടിയായി ഈ പിണറായി വിജയന്റെ പാർട്ടി കേരളത്തിൽ മാറി. നിങ്ങളോട് ഞാൻ പറയുന്നു, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കടന്നു ചിരിച്ചു. അവർ നമുക്കാണ് ഒട്ടിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. നല്ല ഇടതുപക്ഷ സഹയാത്രികരുണ്ട്. ഇടതുപക്ഷം വരും, നല്ലത് വരും, മാറ്റം വരുമെന്ന് വിചാരിച്ച് നടന്ന നല്ല മനുഷ്യർ. അവരെ ചേർത്ത് പിടിച്ചു. നമ്മളെക്കാൾ വാശിയായി ഇവരെ താഴെ വെക്കാൻ അവരിറങ്ങിയിരിക്കുകയാണ്. അതിലെ കവി സച്ചിദാനന്ദൻ സാംസ്കാരിക കേരളത്തിന്റെ ബുദ്ധമാണ്. തുടർഭരണം വേണ്ട എന്നാണ് പറഞ്ഞത്. മലയാളിയുടെ പ്രിയങ്കരിയായ നോവലിസ്റ്റ് സാറ ടീച്ചർ എന്താ പറഞ്ഞത്? പിണറായി 3 അയ്യോ വേണ്ട. ഞാൻ പക്ഷെ ഈ പിണറായി 3 അവർ പ്രചരിപ്പിക്കുന്നത് എനിക്ക് സ്വല്പം പ്രോത്സാഹിപ്പിക്കുന്നതാണ്. എന്താ കാര്യമൊന്നുമില്ലയോ? പിണറായി 3 കേൾക്കുമ്പോഴേക്കും എല്ലാവരും തല കൈവിട്ട് എന്റെ അമ്മ ഇവന്മാര് വീണ്ടും പറയുന്നു. അപ്പൊ അതൊന്ന് പ്രോത്സാഹിപ്പിച്ചു, അതൊന്നും കുഴപ്പമില്ല. ഇവരെ ആളുകളെ കബളിപ്പിക്കലാണ്. 2021 പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ 2500 രൂപയാക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയോ? ചില്ലിക്കാശ് കൂട്ടിയില്ല. ഇലക്ഷന്റെ തലയാഴ്ച 400 രൂപ കൂട്ടും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ നിങ്ങൾ വെല്ലുവിളിക്കരുത്. അവരെന്ത് ചെയ്തു? ആ 400 രൂപ മേടിച്ച് പോക്കറ്റിൽ, എന്നിട്ട് പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട് ചെയ്തു. അപ്പൊ മനുഷ്യരാവ് നമ്മുടെ നമ്മളെ പണം മേടിച്ച് UDF വോട്ട് ചെയ്തത്. അവർ കൊള്ളരുതാത്തവന്മാരായിട്ടല്ല, ബുദ്ധിയുള്ളവരായിട്ടാണ്. അവർക്കറിയാം ഇവര് 2 മാസം പെൻഷൻ കൊടുക്കുള്ളൂ, അടുത്ത 5 കൊല്ലം അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് UDF ആണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം കേരളത്തിലെ പാവപ്പെട്ടവർക്കുണ്ട്. എന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ് ഇപ്പോ. ഗഗനാവി പൂച്ച വെച്ചിടക്കുക. സംശയമുണ്ട്, പൂച്ച എവിടെ പ്രസവിക്കുന്നത്? എന്റെ വീട്ടിൽ പൂച്ചയുണ്ട്. പൂച്ച പ്രസവിക്കാൻ നേരത്തെ 2 ദിവസം പരിഭ്രാന്തിയായിട്ട് അവസാനം ഒഴിഞ്ഞ ഒരു മൂലകം, ഒരു ആക്ടിവിറ്റി ഇല്ലാത്ത സ്ഥലം കണ്ടെത്തി പൂച്ച അവിടെ പ്രസവിച്ചു. ഇന്ന് കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഈ സർക്കാരിന്റെ ഖജനാവ് ഒന്നുമില്ല. എന്നിട്ട് പ്രഖ്യാപനമാണ്. കാസർഗോഡ് 7000 കോടി, ഇടുക്കിക്ക് 5000 കോടി, തീരദേശത്തിന് 12,000 കോടി. ഞങ്ങൾ എഴുതി ചോദിക്കുകയാണെങ്കിൽ അസംബ്ലിയിൽ. അപ്പൊ ഒറ്റ പൈസ ചെലവാക്കിയിട്ടില്ല. ഞാൻ ധനകാര്യമന്ത്രിയോട് പറഞ്ഞൊരു പണി, എന്തിന് 7,000 കോടിയാണ്, ഒരു 70,000 കോടി പ്രഖ്യാപിച്ചാൽ മതിയല്ലോ, ചെലവാക്കേണ്ടല്ലോ. ഇവര് കഴിഞ്ഞ 5-6 വർഷക്കാലം പ്രഖ്യാപിച്ച ആ തുക എന്ന് എടുത്തു നോക്കിയാൽ നമ്മുടെ അത് മാത്രം വീട്ടിൽ കൊണ്ടേ കൊടുത്താൽ മതി. തെരഞ്ഞെടുപ്പ് വീട്ടിൽ കൊണ്ടേ കൊടുത്താൽ മതി. KSEB ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ലാഭത്തിലാക്കി 22 പൈസ യൂണിറ്റിൽ കുറച്ചു കൊടുത്തു. ഇപ്പൊ 10 കൊല്ലം കൊണ്ട് ലാഭത്തിലാക്കിയല്ല, നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. ഇപ്പൊ 50,000 കോടിയുടെ നഷ്ടമാണ്. അത്രേ പറ്റുള്ളൂ 10 കൊല്ലം കൊണ്ട്. 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. പിന്നെ കേരളത്തിന് ഒരു 1-ാം സ്ഥാനമുണ്ട്, അത് പറയാനില്ല. എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1-ാമത്തെ സംസ്ഥാനം കേരളം.
സപ്ലൈക്കോ 11 മാസമായിട്ടാണ് വേറെ ഒന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കില്ല. സപ്ലൈക്കോ കൂട്ടാതായി. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കോടികൾ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർക്കും കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടി, കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാനുള്ളത് 1200 കോടി. കോടികൾ കടമാക്കിയിട്ടാണ് ഇവര് പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് ക്രിമിനലുകളുടെയും ഗുണ്ടകളുടെയും നാടായി കേരളം മാറി. ഞാൻ പറഞ്ഞു TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് എത്ര പരോൾ കൊടുത്തേക്കുന്നറിയോ? 1000 ദിവസം. 3 കൊല്ലത്തിൽ കൂടുതല പുറത്താണ്. സാധാരണ പരോൾ കൊടുക്കുന്നത് ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ചികിത്സയിലാകുമ്പോൾ. ഇവരുടെയൊക്കെ ബന്ധുക്കൾ 1000 ദിവസം മരിച്ചാൽ 1000 ദിവസം പുറത്തു നിർത്താൻ വേണ്ടി കൊടുത്തിരിക്കുക. പിന്നെ ജയിലിലാണെങ്കിൽ അതിനേക്കാളും സുഖമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഫോണും വേണമെന്നാണ് CPM ജില്ലാ കമ്മിറ്റി. അപ്പോ iPhone 17 ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. അതുകൊണ്ട് കൊടുക്കും. അത് 18 ആയ അപ്പം മാത്രം അമ്മമാർക്ക് കൊണ്ട് കൊടുക്കും. ഭക്ഷണം തലേ ദിവസം പറയും. ജയിലിന്റെ കൈവഴി പറയുന്നത് കടമുള്ളിയല്ല. രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചൈനീസ് ആണ്, രാത്രി തന്തൂരി ചിക്കൻ, മറ്റേ സാധനം തലയാഴ്ച ബ്രാൻഡ് ഏതാണെന്ന് പറയും. അത് കൊണ്ടേ കൊടുക്കും. എന്താണെന്നറിയോ? പുറത്തു പോയാൽ 5 സ്റ്റാർ ഹോട്ടലിലെ പരിപാടി ഭക്ഷണം കഴിക്കുന്നു. എന്താ കാര്യം എന്നറിയോ? TP ചന്ദ്രശേഖരൻ കേസിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് എഴുതുന്നുണ്ട്. ആ ഗൂഢാലോചനയിൽ പങ്കാളികളായ ആളുകൾ ആരാണെന്ന് ഇവന്മാർ പറയും എന്ന് പറഞ്ഞിട്ട് അത് പുറത്തു വന്നാൽ ഇപ്പൊ സ്റ്റേറ്റുകാരിലടക്കം പലരും ജയിലിൽ പോകും. അത് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഒരു ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ഈ ഫോണും ഫുഡും മറ്റതൊക്കെ മേടിക്കുന്നത്. എന്താ പിന്നെ ഞാൻ നിർത്തിക്കും. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ സ്റ്റേറ്റ്മെന്റ്, കേരളത്തിൽ സാങ്കേതിക വിദ്യ കേരളം സ്വീകരിച്ചു കഴിഞ്ഞു. ഞാൻ നോക്കിയിട്ട് ഒരു തരത്തിൽ കാണാനില്ല. അപ്പോഴാണ് ഒരു വാർത്ത വരുന്നത്, നമ്മുടെ ജയിലിൽ നിന്ന് തടവുപുള്ളികൾ പരോള് കിട്ടാൻ വേണ്ടി DIGക്ക് കൈക്കൂലി കൊടുക്കുന്നത് ഗൂഗിൾ പേയിലാണ്. അപ്പൊ ലോകത്താദ്യമായി കൈക്കൂലി ഗൂഗിൾ പേയിൽ അയക്കുന്ന സംസ്ഥാനമായി പിണറായി എന്താണ് ഇവർ ചെയ്യുന്നത്? എന്തെല്ലാമാണ് ചെയ്യുന്നത്? കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇവര് വർത്തമാനം പറയാൻ വർഗീയതയാണ്. വായെടുത്താൽ പാർലമെന്റ് ഇലക്ഷൻ ഓർമ്മയുണ്ടോ? ഷാഫിയൊക്കെ മത്സരിക്കുമ്പോൾ 35 ദിവസത്തെ പ്രസംഗം എടുത്തത്. അത് ന്യൂനപക്ഷ പ്രേമമായി. ഗാസയിലെ കുഞ്ഞുങ്ങൾ, പാലസ്തീനിലെ യുദ്ധം, ഇസ്രായേൽ, അവരൊക്കെ രജിസ്റ്റർ ന്യൂനപക്ഷത്തിന് പണ്ടേ മനസ്സിലായി. ഇത് വെറുതെ പറഞ്ഞായിരുന്നു. അവരാരും വോട്ട് ചെയ്തില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പ്ലേറ്റ് മാറ്റി. പിന്നെ നേരെ ഭൂരിപക്ഷം പേരുന്നതാണ്. ഡൽഹിയിൽ പോയി മലപ്പുറത്തിനെതിരായി ഇന്റർവ്യൂ കൊടുത്തു, മെസ്സേജ് കൊടുത്ത ഉടനെ കിങ്കരന്മാർ AK ബാലൻ, സജി ചെറിയാൻ എല്ലാവരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി ചിലർക്ക് പൊന്നാറിയിടുമല്ലോ മുഖ്യമന്ത്രി, വർഗീയത പറയും. അവരെ കൊണ്ടു ഒക്കെ പറയിപ്പിക്കാൻ തുടങ്ങി. വർഗീയത, കംപ്ലീറ്റ് വർഗീയത. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ മൊത്തം കൺഫ്യൂഷൻ. ഭൂരിപക്ഷമില്ല, ന്യൂനപക്ഷമില്ല കൂടുതൽ. ഞങ്ങൾ പറയുന്നു, കേരളത്തിലെ UDF പറയുന്നു, ഒരാളും കേരളത്തിന് ഈ വർഗീയത പറയണ്ട. നമ്മൾ എതിർക്കും. ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും കേരളത്തിലെ UDF മതേതര നിലപാടാണ്. വിട്ടുവീഴ്ചയില്ലാത്ത മതേതര നിലപാട്, വെള്ളം ചേർക്കാത്ത മതേതര നിലപാട്. തെരഞ്ഞെടുപ്പിന്റെ പാരമ്പര്യത്തിൽ നിന്നാലും വോട്ട് കിട്ടാൻ വേണ്ടി ഒരു വർഗീയവാദത്തെയും നമ്മൾ മാറിയിടില്ല, അതിന്റെ പുറകെ പോകില്ല. ഞാൻ കരുതുന്നു മതേതര കേരളം നമ്മുടെ ഈ മതേതര നിലപാടിനെ ഇരു കൈകളും നീട്ടി ഹൃദയത്തിലേക്ക് സ്വീകരിക്കും. അപ്പോ ഞാൻ പറയുന്നു, 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് വരുമ്പോൾ പേരാമ്പ്ര നിങ്ങൾ തൂക്കില്ലേ? ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. വേദിയിലുള്ള നേതാക്കളെയും നിങ്ങളെയും ഏൽപ്പിക്കുന്നു. പേരാമ്പ്രയിൽ വിജയിക്കണം. ഏറ്റവും ഉറപ്പ് എല്ലാവരും എന്ന് പറയാം. ഞാൻ ആ ഉറപ്പിന്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി ഈ യാത്രയുമായി മുന്നോട്ട് പോകുന്നു. നേരത്തെ ഷാഫി പറഞ്ഞതുപോലെ ഇതുവരെ കിട്ടിയ സ്വീകരണങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്വീകരണങ്ങളിൽ ഒന്നാണ്. നിങ്ങൾക്കതിന് കഴിയും. ഞാനാ പറയുന്നത്, നിങ്ങൾക്കതിന് കഴിയും. എന്നെ പലരും പരിഹസിച്ചു. 4 കോർപ്പറേഷൻ കിട്ടും, 60% മുനിസിപ്പാലിറ്റി കിട്ടും, 7 തൊട്ട് 9 വരെ ജില്ലാ പഞ്ചായത്ത് കിട്ടും, 8ാമത്തെ ജില്ലാ പഞ്ചായത്ത് ഓരോരുത്തരും, 9ാമത്തെ ജില്ലാ പഞ്ചായത്ത് 2 കൊണ്ടാണ് പോയത്. 55% പഞ്ചായത്ത് കിട്ടും, 60ന്റെ അടുത്ത് കിട്ടി പഞ്ചായത്ത്. പറഞ്ഞപ്പോ പലരെ കളിയായി. ഞാൻ ഇതിൽ നിന്ന്
എന്റെ അസസ്മെന്റ് പേരാമ്പ്ര ഉറപ്പായ അതിനുള്ള മുഴുവൻ ഉത്തരവാദിത്വം ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് ഇന്നിവിടെ നൽകിയ ഞാൻ വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാൻ എനിക്ക് കഴിയാത്ത ഈ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ ചുരുക്കും. നാളെ